തമ്മനത്ത് കുടിവെള്ള സംഭരണിയുടെ പാളി തകർന്ന വീടുകളിൽ വെള്ളം കയറി മതിലുകൾ തകർന്നു. വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. നഗരത്തിൽ ജലവിതരണം മുടങ്ങും. 1.35 കോടി ലിറ്റർ ശേഷിയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് പുലർച്ചെ 3 മണിയോടെ തകർന്നത്. ടാങ്കിന് പിന്നിലായുള്ള 10ഓളം വീടുകളിൽ വെള്ളം കയറി. വെള്ളത്തിൽ ഒഴുകിപ്പോയ വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടുപകരണങ്ങളും നശിച്ചു. കോർപ്പറേഷൻ 45-ാം ഡിവിഷനിലെ ജലസംഭരണിയാണ് തകർന്നത്. തകർന്ന ടാങ്കിന് 40 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപകട സമയം 1.15 കോടി ലിറ്റർ വെള്ളം സംഭരണിയിലുണ്ടായിരുന്നു. 2 ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു തമ്മനത്തേത്. ഇതിൽ ഒരു ക്യാബിനിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നുപോയത്. പുലർച്ചെ ആയതിനാൽ ആളുകൾ അറിയാൻ വൈകിയതിനാൽ ദുരിതം ഇരട്ടിയാക്കി. അല്ല, ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരുന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഫൗണ്ടേഷൻ ഒന്ന് ഇരുന്നിട്ട് ഈ ഒരു ഇത് തള്ളിപ്പോന്നിരിക്കുകയാണ്. നമുക്ക് വിശദമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി നഗരത്തെ പൂർണ്ണമായും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മളുടെ മറ്റേ കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്ത് പമ്പിങ് എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഇവൻച്വാലിറ്റിയാണ്. ഇതാരും എക്സ്പെക്ട് ചെയ്തൊരു സംഭവമല്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല. ആ രീതി തന്നെ നമുക്ക് സമാധാനിക്കാം. ഏതായാലും നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോൾ 10 മണിയാകുമ്പോൾ എത്തുകയും ചെയ്യും. പൂർണ്ണ തോതിൽ ഞാൻ പറഞ്ഞല്ലോ, വെള്ള സപ്ലൈ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് രാത്രിയോ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം തന്നെ വർക്ക് മൊബിലൈസ് ചെയ്യുകയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം ആ സമയത്ത് തന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. 2:30-ക്കാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാവരും അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അതേ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ.